ഒരു ഇഷ്യൂ ഉള്ളത് പാളയം മാർക്കറ്റിൻ്റെ ഇഷ്യൂ ആണ്. പാളയം മാർക്കറ്റ് ഞാൻ തന്നെ പോയി കണ്ടതാണ്. പാളയം മാർക്കറ്റ് ഞാൻ ചെറുപ്പം മുതലേ ഞങ്ങളൊക്കെ മലപ്പുറത്തുകാർ പച്ചക്കറിയുമായിട്ട് വരുന്ന സ്ഥലമാണ്. പാതിരാക്കൊക്കെ വന്നിട്ട് അതിൻ്റെ വൃത്തികെട്ട സാഹചര്യമൊക്കെ ഇതൊന്ന് മാറി കിട്ടിയെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ കോർപ്പറേഷൻ മുൻകൈ എടുത്തിട്ട് കല്ലുത്താൻ കടവിൽ വലിയ ഒരു മാർക്കറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കിയിരിക്കും. ഞാൻ അതും പോയി കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് സാമാന്യം നല്ല ഈ ടൗണിൻ്റെ മധ്യത്തിലാണെങ്കിൽ തന്നെ വളരെ കുറേ കൂടി ശാന്തവും അല്ലേ ഒരു സവിശേഷമായി നന്നായി കച്ചവടം ചെയ്യാവുന്ന ഒരു ജനങ്ങൾക്ക് വന്നു പോകാവുന്ന വൃത്തിയും അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഹൈജീനിക്കാണ്, ഹെൽത്തിയാണ്. ഞാൻ കണ്ടെടുത്തോളാം എനിക്ക് കച്ചവടം തുടങ്ങി എന്തായാലും. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ വ്യാപാരികൾ എടുക്കുന്ന ഒരു സമീപനം അവിടെ നിന്ന് ഒരു കാരണവശാലും പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാൻ പാടില്ല എന്നാണ് അവരുടെ സമീപനത്തോട്. എന്താ കോർപ്പറേഷൻ ഇതുവരെ എങ്ങനെയാണ് അവരോട് ഡീൽ ചെയ്യുന്നത്? ഞാൻ ആദ്യം പറയാം. കോർപ്പറേഷൻ ഇപ്പോൾ അവിടെ 100 കോടി റുപ്യ ചെലവഴിച്ചിട്ട് 100 കോടിയാണ് അതിൻ്റെ ചെലവല്ലേ? ആരും ഇതുവരെ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല. 100 കോടി റുപ്യ പൊതു ഫണ്ട് ചെലവഴിച്ചിട്ട് ഇനിയിപ്പോൾ അത് അങ്ങോട്ട് മാറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അത് മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണം. അതൊരു ഇച്ഛാശക്തിയാണ്, കോർപ്പറേഷൻ്റെ ഇച്ഛാശക്തി. കൗൺസിലിൻ്റെ കാലാവധി തന്നെ അത് മാറ്റിയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഈ വ്യാപാരികൾ പാളയത്തു നിന്ന് മാറാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താ? അവിടുത്തെ അടുത്ത് നിയമപ്രകാരമുള്ള മാറ്റിക്കും മാറേണ്ടി വരും. കാരണം അവിടെ ഇനി അത് ബദൽ പ്രോജക്റ്റ് എന്താ 10-30 ആളുകൾ വിചാരിച്ചാൽ നടത്തുന്നത്. കോർപ്പറേഷനിൽ 6-7 ലക്ഷം ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ബോഡിയല്ലേ ഇവിടെ ഉള്ളത്. പക്ഷേ ജനങ്ങൾക്ക് ന്യായം പറയും എന്തുകൊണ്ട് മാറണ്ടെന്നാണ് പറയുന്നത്. റീസൺ പറയണ്ടല്ലേ? അവര് ഞാനൊരു നോട്ടീസ് എനിക്ക് അവർ തന്നിരുന്നു, എല്ലാ കൗൺസിലർമാരും കൊടുത്ത ഭാഗമായിട്ട്. അതിലുള്ളത് 75 സെന്റ് സ്ഥലത്താണ് പുതിയ കല്ലുത്താൻകടവ് പ്രോജക്റ്റ് എന്നാണ്. 25 സെന്റിൽ എങ്ങനെ അത്രയും വലിയ കെട്ടിടവും സൗകര്യം? എത്രയാണ് എൻ്റെ 5.5 ഏക്കർ സ്ഥലമുണ്ട്. 5.5 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പോൾ ഉള്ളത് പാളയം ജംഗ്ഷനിൽ ഈ മൊത്തം 3.5 ഏക്കറല്ലേ. 3.5 ഏക്കറിൽ 1.25 ഏക്കർ ബസ് സ്റ്റാൻഡാണ്. അതെല്ലാം കൂടി 3.5 ഉള്ളൂ. അതെല്ലാം കൂടി 3.5. അതിൽ ബാക്കിയുള്ള 1.5 ഏക്കറിലാണ് ഈ 56 റൂമറ്റുള്ള ഏരിയ. കോർപ്പറേഷൻ അവിടെ എന്താ ചെയ്യാൻ പോണത്? അവിടെ അടുത്ത പ്ലാൻ എന്താ? അവിടെ പാളയം മാർക്കറ്റ് എന്താക്കും? കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഫ്രൂട്ട്സിൻ്റെയും എല്ലാം ഒരു ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റ്. അതെന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വിദേശത്തൊക്കെ കാണുന്നില്ല വലിയൊരു. ഓ അത് ശരി, പ്രൈവറ്റ് സെക്ടറിനെ വെല്ലുവിളിക്കുന്ന മട്ടിൽ അല്ലെങ്കിൽ മത്സരിക്കുന്ന മട്ടിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് അവിടെ വരാൻ. അതെ. ഈ സത്യത്തിൽ ഇപ്പോൾ ഇവർ പറയുന്ന ന്യായം, ഞാൻ പറയും ജനപക്ഷം ന്യായമല്ല, വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഈ മഹാഭൂരി എന്ന് വെച്ചാൽ നഗരത്തിൻ്റെ മധ്യമാണല്ലോ. നഗരങ്ങൾ തിങ്ങി ഈ ജനക്കൂട്ടം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പോയാൽ ഞങ്ങളെ വ്യാപാരികളുടെ കച്ചവടം മുഴുവൻ പോകുന്നതാണ്. അതെനിക്ക് തോന്നുന്നു ഒരു അലൈൻമെൻറ്റ് മാറുമ്പോൾ ഒരു നഗരത്തിൻ്റെ മൊത്തം ചിത്രം മാറുമ്പോൾ ഇവിടത്തെ പോലെ തിരക്ക് അവിടെയും വരാമല്ലോ. വരുമല്ലോ തീർച്ചയായിട്ടും. മാത്രമല്ല അത് നമ്മുടെ എല്ലാത്തിനോട് ചേർന്നാണ് അല്ലേ? നമ്മുടെ ബൈപ്പാസിനോട് ചേർന്നാണ്, കോം ട്രസ്റ്റിനോട് ചേർന്നാണ്, ഇപ്പുറത്ത് പുതിയറയുടെ പഴയ സെൻറ്ററിനോട് ചേർന്ന് നമ്മൾ കല്ലുത്താൻകടവിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു വലിയൊരു വഴി വരാൻ പോകുന്നുണ്ട്. അതിലേയും വരും. അത് ഇതുവരെ വിചാരിച്ചത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് നമ്മൾ അക്വയർ ചെയ്യേണ്ടിയിരുന്നത്. അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്നാണ് ഇപ്പം സർവേയിലൊക്കെ മനസ്സിലായത്. അത് കളക്ടറോട് ഒരു കളക്ടർ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഇപ്പം അടുത്ത്. അതിൽ അത് സെറ്റിൽ ചെയ്ത് വലിയ റോഡും വരും. ഇവിടെ ഇപ്പം നമ്മളെ പാളയം മാർക്കറ്റിലേക്ക് വരുന്ന ലോറി നിങ്ങൾക്കറിയാലോ, വിഷു ഒക്കെ ഓണമൊക്കെ കഴിഞ്ഞാലുള്ള സ്ഥിതി അവിടെ വൃത്തിയാക്കാൻ മറ്റത് ആർക്കെങ്കിലും അങ്ങോട്ട് വരാൻ കഴിയാ. ഇവിടെ ഹൈജീൻ ഏറ്റവും നല്ല രീതിയിലാണ്, എല്ലാ സൗകര്യവും ഉണ്ട്. ഹൈജീനിക് ആവണം. യെസ്, പിന്നെ ബാത്റൂം, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. മോഡേണൈസ് ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. എന്താ അതൊന്നും വേണ്ട, ഈ ഇതിൽ കുടിസായ സ്ഥലത്ത് തന്നെ ഇത് നടത്തണം എന്ന് അതൊരു പരമ്പരാഗത ചിന്തയാണ്. അല്ലെങ്കിൽ ചിന്തയൊന്നും അല്ലാതെ എൻ്റെ പിന്നിൽ എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട് കുറച്ച് ആൾക്കാർ അവിടെ കച്ചവടം ചെയ്യുന്ന. ആരാ പണ്ട് ഈ റൂം എടുത്ത ആളുകളൊന്നുമല്ല, ഒക്കെ മേൽവാടക കൊടുത്തിട്ടല്ലല്ലോ. മേൽവാടക കൊടുത്ത ആളുകളാണ് ഇപ്പം അധികം അവിടെ മഹാഭൂരിപക്ഷം ഉള്ളത്. ചെറുകിടക്കാരില്ല അവിടെ. അവിടെ ആകെ 400 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ ആ 300-400 സ്ക്വയർ ഫീറ്റിൽ ആകെ 18 റൂമേ ഉള്ളൂ. ബാക്കിയൊക്കെ 60 സ്ക്വയർ ഫീറ്റ്, 50 സ്ക്വയർ ഫീറ്റ് വൻകിടയാണ്. അവർക്കെല്ലാം എല്ലാ സൗകര്യവും ഓരോ ചോദിക്കുന്ന അത്ര കൊടുക്കുക സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണസമിതിക്ക് ഇതിനേക്കാൾ എത്ര താവാൻ കഴിയും? താഴ്ന്നതിനൊരു പരിധിയില്ലേ? ഞാൻ ആ താഴ്ന്നതിനൊക്കെ യഥാർത്ഥത്തിൽ എതിരാണ്.
ഈ സംഗതികളൊക്കെ നടക്കണ്ടേ, ജനങ്ങളെ വികാരം മാനിക്കണം. ആരെയും അല്ല, അതിൽ തൊഴിലാളികളുടെ മീൻസ് കച്ചവടക്കാരുടേത് അല്ലാത്ത ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിടാം, വളരെ ഹാർഷായിട്ട് തന്നെ നേരിടണം. അത് കച്ചവടക്കാരോടൊക്കെ ഞാനടക്കമുള്ളവർ സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം, പ്രധാനപ്പെട്ട കച്ചവടക്കാരെ ഞാൻ പറഞ്ഞില്ലേ, 400 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ കച്ചവടക്കാർ വളരെ കുറവാണ്. ഓരോക്കെ ഇത് മാറാനും തയ്യാറാണ്. ഓക്കെ, എത്ര പ്രാവശ്യം മേയറും ഡെപ്യൂട്ടി മേയറും മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു വിഭാഗം വരുന്നേ ഇല്ല. ചർച്ചയ്ക്ക് നിൽക്കണ്ടേ? ജനാധിപത്യത്തിൽ ചർച്ചയാണല്ലോ പ്രധാനം. അതെ അതെ, ആ ചർച്ചയ്ക്ക് നിൽക്കാൻ, ചർച്ചയ്ക്ക് വരാതെ പുറത്ത് ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിലെ ഒരു ജനാധിപത്യ വിരുദ്ധ തന്നെ തയ്യാറാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. യെസ്, എന്തായാലും ഇപ്പോൾ ഉറച്ച തീരുമാനം എടുത്തു. ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ ഇത് മാറിയിരിക്കുന്ന തീരുമാനമെടുത്തു. ബാക്കി കാര്യങ്ങൾ അതിനെക്കുറിച്ച് വരുന്ന എന്ത് പ്രതികരണവും നേരിടാൻ തയ്യാറാണ്. ഒടുവിൽ അങ്ങയുടെ വാർഡിലെ ഒരു ഇഷ്യൂ ഞാൻ ചോദിക്കട്ടെ. ഈ ലുലു മാർക്കറ്റ് വന്നല്ലോ, ലുലു മാൾ വരുന്നിടത്തൊക്കെ വിവാദം ഉണ്ടാവാറുണ്ട്. സാറിന് ഓർമ്മയുണ്ടോ? എറണാകുളത്ത് ലുലു മാൾ വന്നപ്പോൾ അവിടുത്തെ അലൈൻമെൻറ്റ് തന്നെ മാറ്റിക്കളഞ്ഞു എന്നുള്ള ആക്ഷേപമുണ്ട്. മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളുടെയും സ്വന്തക്കാരനാണ് MA യൂസുഫ് അലി എന്നുള്ള ആക്ഷേപമുണ്ട്. യൂസുഫ് അലിയുടെ കോഴിക്കോട്ടേക്കുള്ള എൻട്രി ഇവിടുത്തെ വ്യാപാരത്തെ, ഇവിടുത്തെ ജനജീവിതത്തെ, കോർപ്പറേഷൻ്റെ വരുമാനത്തെ ഒക്കെ എങ്ങനെയാണ് സാർ അദ്ദേഹത്തിൻ്റെ വരവിനെ കാണുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ ആ വരവ് വളരെയധികം സ്വാഗതം ചെയ്യുന്ന ഒരുത്തനാണ്. ഓക്കെ, കാരണം ആദ്യം ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു, ലുലുമാൾ കൂടി തുറന്നാൽ മാങ്കാവ് ജംഗ്ഷനിലെ ബ്ലോക്ക് എന്ത് രീതിയിലാവും. അതെ അതെ, അങ്ങനെയാണ് ആദ്യം വന്നത്. ആദ്യം ലുലുമാൾ വന്നതിന് ശേഷം ഒരു അത്ഭുതം എനിക്ക് തന്നെ, അത് എങ്ങനെയാണെന്ന് അവിടെ അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലേ? അവിടെ കാര്യമായ ബ്ലോക്കിനെ കൊണ്ടുവന്നിട്ട് ഇത് ഏത് രീതിയിൽ ട്രാഫിക് അലൈൻമെൻറ്റ് മാറ്റാം, എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് 2 മാസം സ്റ്റഡി നടത്തി. കോർപ്പറേഷനും ലുലുമാളിൻ്റെ മാനേജ്മെൻറ്റും കൂടി സംയുക്തമായിട്ടാണ് അങ്ങനെ നടത്തിയിട്ട് ആ നാറ്റ്പാക്കിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള അലൈൻമെൻറ്റിലൊക്കെ മാറ്റം വരുത്തി കോർപ്പറേഷൻ. ഇപ്പോൾ അവിടെ ഇല്ല, ബ്ലോക്കില്ല. സത്യമാണ്, ഞാൻ അനുഭവിക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം. അങ്ങനെയാണെങ്കിൽ സാറേ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ കോഴിക്കോട്ടെ കോർപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ്, ഇൻകം റിസോഴ്സായി ലുലു മാൾ മാറിയില്ലേ? മറ്റു ഇത്രയാണ് ഇപ്പോൾ തുടക്കത്തിൽ ലുലു മാളിൽ നിന്ന് കോർപ്പറേഷന് കിട്ടുന്ന ടാക്സ് വൈസ് വരുമാനം എത്രയുണ്ട്? വർഷം 1 കോടി രൂപയുടെ മുകളിലുള്ള വരുമാനമുണ്ട്. അത് പിന്നെ ബിൽഡിംഗ് ടാക്സ് ഉണ്ട്, റോഷൻ ടാക്സ് എല്ലാം കൂടിയിട്ട് കോർപ്പറേഷൻ 1 കോടി രൂപ ഏറ്റവും ചുരുങ്ങിയത് ഉണ്ട്. പക്ഷേ വിൽപ്പനയുടെ ഇപ്പോൾ ഈ GST വന്നതിന് ശേഷം കച്ചവടത്തിൽ നിന്ന് കാര്യമായി ഒന്നും കിട്ടിയെന്ന് വരില്ല. GST വിഹിതേ കിട്ടുള്ളൂ. അത് പണ്ടും നമുക്ക് GSTൻ്റെ വിധി. ഇത് കോർപ്പറേഷന് ബിൽഡിംഗ് ടാക്സ് ഉണ്ട്, ബിൽഡിംഗ് ടാക്സ് ഉണ്ട്. ടാക്സ് ഇത് രണ്ടാണ്. അത് മാത്രം മതി അല്ലേ? അത് തന്നെയും നല്ല വരുമാനം, 1 കോടിയിൽ കുറയാത്ത വരുമാനം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആ ഭാഗത്ത് ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് അതുകൊണ്ട് മാത്രം നടപ്പാക്കാം എല്ലാ കൊല്ലം. അതെ, അത് മാത്രമല്ല ആ ഭാഗത്തുള്ള ആളുകളുടെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം വന്നു. ഈ വിദേശത്തൊക്കെ പറഞ്ഞു കേൾക്കുന്ന രീതിയിലുള്ള അവിടെയൊക്കെ പർച്ചേസിങ്ങും ബാക്കി, അത് മാത്രമല്ല അവിടെ വരുന്ന ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ട് ചുറ്റുപാടുള്ള കച്ചവടം, നല്ല കച്ചവടമുണ്ട്. ഹോട്ടലുകൾക്ക് തീർച്ചയായിട്ടും ലുലു മാൾ വന്നത് എന്ന് സാറ് ആഹ്ലാദപൂർവ്വം കോഴിക്കോടിൻ്റെ ആദ്യം മുതലേ സന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഒരു ചേരി പ്രദേശമായിരുന്നു ആ ഭാഗം. പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് അല്ലേ? രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ബൂത്ത് 2 ബൂത്താണ്. 2000-ഓളം വോട്ടുകളാണ് അവിടെ. അതാണ് നിങ്ങൾ കളഞ്ഞത്. പോയിട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, 30,000, 4,000, 5,000 സെൻറ്റിന് വിലയുള്ള സ്ഥലം അവിടെ ഇപ്പോൾ ആര് വിൽക്കുകയാണെങ്കിലും എന്തായാലും സെൻറ്റ് മിനിമം 60 ലക്ഷം റുപ്യ ഒരു സെൻറ്റിന് വരാം. ഒരു സെൻറ്റിന് 60 ലക്ഷം റുപ്യ വരാം. നല്ല മാറ്റം വന്നിട്ടുണ്ട് അവിടെ. ഇപ്പോൾ മറ്റേ ഹോസ്പിറ്റൽ, അതാണ് മിംസ്, അതിൻ്റെ പുറത്തുനിന്ന് ആ ഏരിയ വലിയ ഡെവലപ്പ് ചെയ്ത് പോയില്ലേ? എന്തെല്ലാം എതിരഭിപ്രായങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടെങ്കിലും അതിനോടൊക്കെ ഒരുപാട് ഗുണവും ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. ഒരുപാട് ഗുണം. അവസാനമായിട്ട് ആഴ്ചവട്ടത്തുകാരൻ എന്ന നിലക്ക്, അപ്പോൾ ആഴ്ചവട്ടം എന്ന് കേട്ടാൽ ഞങ്ങളൊക്കെ ഓർമ്മയിൽ ഇപ്പോഴും NP മുഹമ്മദ്, സുതലം, ആഴ്ചവട്ടം എന്ന അഡ്രസ്സാണ്. NP മുഹമ്മദിന് വേണ്ടി എന്തെങ്കിലും അവിടുത്തെ 26 കൊല്ലമായി അവിടുത്തെ കൗൺസിലർ എന്ന നിലയിൽ അവിടെ എന്തെങ്കിലും ഒരു സ്മാരകമോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വായനശാല, ഇപ്പോൾ ബൈക്കം മുഹമ്മദ് ബഷീറിന് വേണ്ടിയും SK പൊറ്റക്കാടിന് വേണ്ടിയും KT മുഹമ്മദിന് വേണ്ടിയും ഒക്കെ കോഴിക്കോട് ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. അക്ഷരനഗരി എന്ന സൽപ്പേര് ലോകപ്രസിദ്ധമായിട്ട് കോഴിക്കോടിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ NP മറന്നോ ആ കൂട്ടത്തിൽ? NP ഒരു കാലത്ത് മറക്കില്ല. കാരണം NP അറിയപ്പെടുന്ന അറിയില്ല, എനിക്ക് നല്ല ഒരു കോൺഗ്രസ്സുകാരനാണ്. അതൊക്കെ എനിക്കറിയാം. NP അബുവിൻ്റെ പാരമ്പര്യം അല്ലേ? പക്ഷെ സംസാരത്തിൽ NP മൊയ്തീൻ്റെ ചേട്ടനല്ലേ? ആ. അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ ഞാൻ പഠിക്കുന്ന സമയത്ത് മത്സരിച്ച് കോർപ്പറേഷനിലേക്ക്. അന്ന് NP കോൺഗ്രസ്, ഞാൻ LDFൻ്റെ പ്രതിനിധിയായിട്ട് എനിക്കാ വോട്ട് ചെയ്യുക. അതെനിക്കറിയാം. അല്ല, NP വളരെ പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നല്ലോ. ഷാബാനു ബീഗം കേസ് വന്നപ്പോൾ ഓർമ്മയില്ലേ? ശരീഅത്ത് വിവാദം വന്നപ്പോൾ ശരീഅത്ത് അടിയന്തരമായി പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ ആദ്യത്തെ ബഷീർ, NP, കാരശ്ശേരി അവരൊക്കെയല്ലേ നയിച്ചത്. അതെ. അപ്പോൾ NP എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കാറ് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം.
അതിൽ ഞാൻ ചെയ്തു കൊടുത്തത്. നല്ല കാര്യം, ചെയ്യേണ്ടതല്ലേ. എൻ പിയുടെ വീട് എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളിക്കും ആവശ്യമുള്ള വീടല്ലേ. ബുദ്ധിമുട്ടിട്ടാണെങ്കിലും കാറ് ഇപ്പോൾ അവിടെ എത്തി. ആണോ? പക്ഷേ ഞാൻ ഇപ്പോഴും എൻ പിൻ്റെ പേരിലൊരു റോഡ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, പേരിടാൻ വന്നിട്ടില്ല. അത് ചില ഭാഗത്തു നിന്നൊരു എതിർപ്പുണ്ടായി. അതായത് അത് മതിയോ എന്നുള്ളൊരു എൻ പിക്ക് അത് മതിയോ എന്നുള്ളത്. പക്ഷേ ഈ 35-ാം വാർഡിൽ ഏറ്റവും നല്ല റോഡാണ് ഞാൻ മാറ്റി വെച്ചത്. തീർച്ചയായിട്ടും അത് നല്ല നിർദ്ദേശമാണ് സർ. ഈ എതിർപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്. രാഷ്ട്രീയമായ എതിർപ്പാണോ? രാഷ്ട്രീയമായിട്ടൊരു എതിർപ്പില്ല. എൻ പിയുടെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കുടുംബത്തിൽ നിന്ന് ചില ഒരു ഇതുണ്ട്. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഈ കൗൺസിലിൻ്റെ എതിർത്താലും എതിർത്തില്ലെങ്കിലും കൊണ്ടുവരും, റോഡിന് പേരിടും. സന്തോഷം. എന്തായാലും അത് മലയാളികൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എൻ പി മുഹമ്മദിൻ്റെ പേരിൽ കോഴിക്കോട്ട് ഇതുവരെ റോഡില്ല. ഇനി ഇത് മതിയോ എന്ന് ചോദിക്കുന്നവർ സത്യത്തിൽ ഇതുപോലും വരുന്നതിനെ എതിർക്കാനും പാടില്ല.